എന്നിട്ട് അടുത്ത ദിവസം ഇവളും പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരാൻ വേണ്ടി വീട്ടിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പുറത്താരെ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് ഇവൾ കേൾക്കുന്നത്. അങ്ങനെ അവളും കുട്ടികളായിരിക്കും എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോഴായിരിക്കും വന്നേക്കുന്നതിൽ അവൻ. ഇത് കണ്ട് അവളും പേടിച്ചുപോയി. എന്റെ വീട്ടിലേക്ക് എന്തിനാ ഇപ്പം വന്നേന്ന് പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യുമ്പം അവനാടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വീടിനകത്ത് കയറി ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. കുട്ടികൾ വരുന്ന സമയം എന്ന് പറഞ്ഞ് അവനെ പോകാൻ പറയുമ്പോഴാണ് അവനാണ് അതെന്റെ കുട്ടികളാണെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. ഇത് കേട്ട് അവളും പുച്ഛിക്കുമ്പോഴാണ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കുട്ടികളും ഇവനെ കണ്ട് അടുത്തേക്ക് ഓടി ചെല്ലുമ്പം അവളാണ് പിള്ളേരെ റൂമിലേക്ക് പോകാൻ പറയും. പക്ഷെ അവർ രണ്ടുപേരും കൂടെ ചേട്ട സിംഗിൾ ആണെങ്കിൽ എന്റെ അമ്മയെ ചേർത്ത് മിങ്കിൾ ആയിക്കോന്ന് അവർ രണ്ടുപേരും കൂടെ ഇവരെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ടിട്ട് അവന്റെ അടുത്ത് പാസ്പോർട്ടൊക്കെ കാണിക്കും ഇവൾ ഉദ്ദേശിക്കുന്ന ആള് അവളല്ലെന്ന്. പക്ഷെ അവനാണത് വിശ്വസിക്കാതെ എന്തായാലും അത് കണ്ടുപിടിക്കാനല്ലേ പോന്നേന്ന് പറഞ്ഞ് അവൻ ഇനി തൊട്ട് ഇവളുടെ അപ്പുറത്ത് വീട്ടിൽ താമസിക്കാൻ പോവാന്ന് പറയും. ഇത് കേട്ട് പിള്ളേർ രണ്ടുപേരും കൂടെ സന്തോഷത്തി അങ്ങനെയാണ് ഡെയിലി നമുക്ക് മീറ്റ് ചെയ്യാന്ന് അവനോട് സംസാരിക്കും. അപ്പോഴാണ് അവനും ആ പിള്ളേരുടെ അടുത്തിരുന്ന് അവളുടെ ഒരു മുടിയെടുത്ത് DNA ടെസ്റ്റിന് വേണ്ടി കൈവയ്ക്കും. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കാമെന്ന് അടുത്ത പാർട്ടി കാണാം.